Dear students, welcome to Real Analysis class. ഇന്ന് നമ്മൾ കമ്പാരിസൺ ടെസ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. കമ്പാരിസൺ ടെസ്റ്റും അതേപോലെ തന്നെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റും ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റും അങ്ങനെ നമുക്ക് കൂടുതൽ സീരീസുകൾ കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു രണ്ട് ടെസ്റ്റുകളാണ് പഠിക്കുന്നത് ഫസ്റ്റ് ഈ വീഡിയോയിൽ. അപ്പോൾ കുറച്ച് ഇപ്പോൾ സമ്മേഷൻ 1/n², സമ്മേഷൻ 1/n⁻p വേർ p ഗ്രേറ്റർ ദാൻ 1 ഒക്കെ കൺവേർജൻ്റ് ആണ്. അപ്പോൾ കുറേ കളക്ഷൻ ഓഫ് കൺവേർജൻറ്റ് സീരീസുകൾ നമ്മളെ കയ്യിലുണ്ട്. സമ്മേഷൻ 1/n², സമ്മേഷൻ 1/n³, സമ്മേഷൻ 1/n⁵5, സമ്മേഷൻ 1/n⁻10, സമ്മേഷൻ 1/n√n, ഇതൊക്കെ കൺവേർജൻ്റാണ്. ഇനി ഡൈവേർജൻ്റ് ആയ കുറേ ക്ലാസ് ഉണ്ട്. സമ്മേഷൻ 1/√10, സമ്മേഷൻ 1/n, അതേപോലെ ഒക്കെ നമ്മൾ ഡൈവേർജൻ്റ് ആയിട്ടുള്ള സീരീസുകളാണ് അതൊക്കെ. ഇനി സമ്മേഷൻ -1/n+1/n, അതെന്താ കൺവേർജൻ്റ് ആണ്, എന്താണ് ആൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചില സീരീസുകളെ കമ്പയർ ചെയ്യാം. വേറൊരു സീരീസ്, ഒരു പ്രത്യേക ഒരു ആർബിട്രറി സീരീസ് തന്നാൽ ഈ സീരീസുകളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കൺവേർജൻ്റ് ആണോ, നമ്മൾ തന്ന ഗിവൺ സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യാനുള്ള മെത്തേഡുകളാണ് രണ്ട് മെത്തേഡുകളാണ്. ഒന്ന് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റും ഒന്ന് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഫസ്റ്റത്തെ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഓർ സിംപ്ലി കമ്പാരിസൺ ടെസ്റ്റ്. സിംപ്ലി കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റാണ്. DCT എന്ന് പറയാം സിമ്പിളായിട്ട്. ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ്, ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് DCT. ഓക്കെ, ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഇത് പറയുന്നത് ഇതാണ്. Let x = xn and y = yn be two real sequences and suppose that for some k belongs to n we have. ഒരു സ്റ്റേജിന് ശേഷം, ഒരു k എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു സ്റ്റേജിന് ശേഷം xn-ഉം yn-ഉം തമ്മിലുള്ള ബന്ധമാണ് x1 <y1, അല്ലെങ്കിൽ k 100 ആണെങ്കിൽ x100 < y 100, x101 < y 101, x102 < y 102. അങ്ങനെ കറസ്പോണ്ടിങ് ടേംസ്. ഇപ്പോൾ 105th ടേം xn ചെറുതും yn വലുതുമായിരിക്കും. 106 ആണെങ്കിലും xn ചെറുതും x106 ചെറുതും y 106 വലുതുമായിരിക്കും. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ രണ്ടാളും പോസിറ്റീവാണ്. ഇപ്പോൾ ഒരു സ്റ്റേജിന് ശേഷം രണ്ടാളും പോസിറ്റീവാണ്. ചെറുതാണ് xn, വലുതാണ് yn. ഓക്കെ, ചെറുതാണ് എന്നുള്ളത് ഇൻവേർട്ടർ കോമയിൽ ചെറുതാണ്, സീക്വൻസ് ചെറുത് എന്നുള്ള ഡെഫിനേഷൻ ഒന്നും പറഞ്ഞില്ല, പക്ഷേ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് വലിയ സീക്വൻസ് തന്നെ കൺവേർജ് ചെയ്ത് കൺവേർജൻസ് ഓഫ് സമ്മേഷൻ yn, ഈ വലിയ സീക്വൻസിൻ്റെ വലിയ സീരീസ് സമ്മേഷൻ yn കൺവേർജൻ്റ് ആവുകയാണെങ്കിൽ ചെറുത് സമ്മേഷൻ xn-ഉം കൺവേർജ് ചെയ്യും. ദ കൺവേർജൻസ് ഓഫ് സമ്മേഷൻ yn ഇംപ്ലൈസ് ദ കൺവേർജൻസ് ഓഫ് സമ്മേഷൻ xn. സമ്മേഷൻ yn കൺവേർജൻ്റ് ആയാൽ സമ്മേഷൻ xn കൺവേർജൻ്റ് ആവും. തിരിച്ച് സമ്മേഷൻ xn ചെറുത് തന്നെ ഡൈവേർജൻ്റ് ആയി പോയാൽ വലിയ സീരീസ് ഡൈവേർജൻ്റ് ആയി പോകും. The divergence of summation xn implies the divergence of summation yn. ചെറിയ സീരീസ് ഡൈവേർജ് ചെയ്താൽ വലിയ സീരീസ് ഡൈവേർജ് ചെയ്യും. വലിയ സീരീസ് കൺവേർജ് ചെയ്താൽ ചെറിയ സീരീസ് കൺവേർജ് ചെയ്യും. ഇപ്പം രണ്ട് കാര്യങ്ങൾ അവിടെ കിട്ടും. പിന്നെ എന്തില്ല, ചെറിയ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ വലിയ സീരീസിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ചെറിയ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ xn കൺവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ yn കൺവേർജൻ്റ് ആവാം, അല്ലാതിരിക്കാം. അതേപോലെ തന്നെ സമ്മേഷൻ yn കൺവേർജൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ സമ്മേഷൻ yn ഡൈവേർജൻ്റ് ആണെങ്കിൽ, സമ്മേഷൻ yn ഡൈവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ xn ഡൈവേർജൻ്റ് ആവാം, കൺവേർജൻ്റ് ആവാം. അങ്ങനെ രണ്ട് കേസ് ഉണ്ട്. ആ രണ്ട് കേസിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെയാണ് പറയാൻ പറ്റുക? സമ്മേഷൻ yn കൺവേർജൻ്റ് ആണെങ്കിൽ ഒരു കൺക്ലൂഷൻ നമുക്ക് പറയാം, എന്ത്, സമ്മേഷൻ xn കൺവേർജൻ്റ് ആണ്. വേറൊന്ന് പറഞ്ഞാൽ എന്താ, സമ്മേഷൻ xn ഡൈവേർജൻ്റ് ആണെങ്കിൽ, ചെറുത് ഡൈവേർജൻ്റ് ആണെങ്കിൽ ഉറപ്പിക്കുക അതിലും വലുത് ഡൈവേർജ് ചെയ്യും. അപ്പോൾ വലുതാവുക എന്നുള്ളതാണ് ഡൈവേർജ് ആവാനുള്ള കണ്ടീഷൻ, ചെറുതാവുക എന്നുള്ളതാണ് കൺവേർജ് ആവാനുള്ള കണ്ടീഷൻ എന്ന് ഒന്ന് നിങ്ങൾക്ക് ഒരു ഇതായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, എന്തായാലും ഇതിനെങ്ങനെ പ്രൂവ് ചെയ്യുക? വളരെ ഈസിയാണ്. പ്രൂഫൊക്കെ വളരെ ഈസിയാണ്. പ്രൂഫ് സപ്പോസ് സമ്മേഷൻ yn കൺവേർജസ്. എ ആണ് ഞാൻ ആദ്യം പ്രൂവ് ചെയ്യുന്നത്. എ ആണ്. എ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബി ഒന്നും തെളിയിക്കാനില്ല. എയിൽ നിന്ന് ബി നേരിട്ട് കിട്ടും. ബി ഈസ് ദ കോൺട്രാ പോസിറ്റീവ് ഓഫ് എ. സ്റ്റേറ്റ്മെന്റ് ബി ഈസ് ദ കോൺട്രാ പോസിറ്റീവ് ഓഫ് എ, ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് എ. കാരണം എന്താ, ദിസ് ഇംപ്ലൈസ് ദിസ് എന്നാണ്. എ ഇംപ്ലൈസ് ബി, എ ഇംപ്ലൈസ് ബി, അല്ലെങ്കിൽ ഇത് എക്സ് ഇംപ്ലൈസ് വൈ. എക്സ് ഇംപ്ലൈസ് വൈ ആണെങ്കിൽ നോട്ട് വൈ ഇംപ്ലൈസ് നോട്ട് എക്സ് ആണ്. എക്സ് ഇംപ്ലൈസ് വൈ ആണെങ്കിൽ നോട്ട് വൈ ഇംപ്ലൈസ് നോട്ട് എക്സ് ആണ്. അപ്പം എന്ത് വരും?
നോട്ട് വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഡൈവേർജൻസ് ഓഫ് സമ്മേഷൻ എക്സ് ഇംപ്ലൈസ് ഡൈവേർജൻസ് ഓഫ് സമ്മേഷൻ വൈ എൻ, ഡൈവേർജൻസ് ഓഫ് സമ്മേഷൻ എക്സ് ഇംപ്ലൈസ് ഡൈവേർജൻസ് ഓഫ് സമ്മേഷൻ വൈ എൻ. അപ്പോൾ എയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന എയുടെ കോൺട്രാപോസിറ്റീവ് ആണ് എന്ത്, ബി. അപ്പോൾ ബി പ്രൂവ് ചെയ്യാനായി എ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. എ എന്താ, നമ്മൾ അസംഷൻ എന്താ, സമ്മേഷൻ വൈ എൻ കൺവേർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കും. എന്ത് പ്രൂവ് ചെയ്യണം, ടു പ്രൂവ് ദാറ്റ് സമ്മേഷൻ എക്സ് എൻ കൺവേർജസ്, സമ്മേഷൻ എക്സ് എൻ കൺവേർജസ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, then there exists an m of epsilon belongs to n such that for every m greater than n greater than or equal to capital M of epsilon, modulus of yn plus 1 plus yn plus 2 plus etc plus ym less than epsilon. ഇത് എവിടുന്ന് കിട്ടിയതാ, കോഷി ക്രൈറ്റീരിയ ഫോർ കൺവേർജൻസ് ഓഫ് സീരീസ്. കോഷി ക്രൈറ്റീരിയ ബൈ കോഷി ക്രൈറ്റീരിയ. അപ്പോൾ ദെൻ ബൈ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ദെൻ by Cauchy criteria for convergence of series, Cauchy criteria for convergence of series, there exists a stage m of epsilon belongs to n such that for every m greater than or greater than n greater than or equal to capital M of epsilon, modulus of yn plus 1 plus yn plus 2 plus etc ym less than epsilon. ഇനി yn plus 1 ഒക്കെ എന്താ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ, ഇത് നടക്കുക എപ്പോഴാന്ന് വെച്ചാൽ കെക്ക് ശേഷം അല്ലെ എമ്മിന് ശേഷമാണ് ഇത് നടക്കുക. ഇനി നമുക്കറിയാം നമ്മളെ ഈ സംഭവം എന്ത്, എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. ഈ കാര്യം സംഭവിക്കുക കെക്ക് ശേഷമാണ്. കെ 100 ആണെങ്കിൽ 100ന് ശേഷം ഇത് നടക്കും. ഈ ക്യാപിറ്റൽ എം 1000 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 500 ആണെന്ന് വിചാരിക്കുക. ഇത് 500, കെ 100, എം 500, 100ഉം 500ഉം രണ്ടിൻ്റെയും കൂടി മാക്സിമത്തിന് ശേഷം, ദാറ്റ് ഇസ് 500ന് ശേഷം രണ്ടും നടക്കുമല്ലോ. 500ന് ശേഷം നടക്കും എന്ന് പറഞ്ഞാൽ ഈ കാര്യം നടക്കും. 100ന് ശേഷം നടക്കും എന്ന് പറഞ്ഞാൽ ഈ കാര്യവും നടക്കും. 500ന് ശേഷം 100ന് ശേഷം നടക്കും എന്ന് പറഞ്ഞാൽ 500ന് ശേഷം എന്തായാലും നടക്കും. അപ്പോൾ ഞാൻ എന്തെടുത്തു, ലെറ്റ് എം ഗ്രേറ്റർ ദാൻ സുപ്രീമം ഓഫ് സ്മോൾ എം ആണ്, സുപ്രീമം ഓഫ് കെ കോമ ക്യാപിറ്റൽ എം ഓഫ് എപ്സിലോൺ. കെ കോമ എം ഓഫ് എപ്സിലോൺ ഞാൻ പുതിയൊരു പേരൊന്നും വിളിക്കുന്നില്ല, ഇനി പുതിയൊരു പേരൊന്നും കൊണ്ടുവന്നിട്ടില്ല കൂടുതൽ ടേംസ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഈ നമ്പറിന് ശേഷമുള്ള എമ്മുകൾക്ക് നമുക്കറിയാൻ പറ്റും എന്തു പറയാ, മോഡ് എക്സ് എൻ പ്ലസ് 1 പ്ലസ് എക്സ് എൻ പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എം. നമുക്ക് എന്താ വേണ്ടത്, ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists an m such that mod xn plus 1 plus xn plus 2 plus xm less than epsilon ആയാൽ എന്തായിക്കോളും, സമ്മേഷൻ എക്സ് ബൈ കോഷി ക്രൈറ്റീരിയ ഓഫ് കൺവേർജൻസ് ഓഫ് സീരീസ്, ബൈ കോഷി ക്രൈറ്റീരിയ ഫോർ കൺവേർജൻസ് ഓഫ് സീരീസ് ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആയ ഓട്ടോമാറ്റിക്കലി സമ്മേഷൻ എക്സ് എന്തായി, കൺവേർജന്റ് ആയി. സമ്മേഷൻ എക്സിന് കൺവേർജന്റ് ആയി ബൈ കോഷി ക്രൈറ്റീരിയ. എസ് എം മൈനസ് എസ് എൻ ആണ് ഈ സാധനം, എസ് എം മൈനസ് എസ് എൻ. സമ്മേഷൻ എക്സ് എന്നിന്റെ എസ് എം മൈനസ് എസ് എൻ ആണിത്. ഇത് ലെസ് ദാൻ എപ്സിലോൺ ആയാൽ മതി. പക്ഷെ നമുക്കറിയാം ഇതിനെനിക്ക് ഇങ്ങനെ എഴുതാം, ദിസ് ഈസ് മോഡ് ഒഴിവാക്കിയിട്ട് എഴുതാം. കാരണം എക്സ് എൻ പ്ലസ് 1ഉം എക്സ് എം ഒക്കെ എന്താ, എക്സ് എൻ എൻ പ്ലസ് 1 എന്നിന് ശേഷം ആയതുകൊണ്ട്, അല്ലെങ്കിൽ എന്നിന് ശേഷം ആയതുകൊണ്ട് എൻ പ്ലസ് 1 എൻ പ്ലസ് 2 എം ഒക്കെ എന്താ, ഇത് പോസിറ്റീവാണ്. നമ്മൾ പറയുന്നുണ്ട് എക്സ് എൻ ഒക്കെ പോസിറ്റീവാണ്, എക്സ് എന്നുകളൊക്കെ പോസിറ്റീവാണ് കെക്ക് ശേഷം. അങ്ങനെയാണെങ്കിൽ ഇതിലെനിക്ക് എക്സ് എൻ പ്ലസ് 1 പ്ലസ് എക്സ് എൻ പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എം എന്ന് എഴുതാം. ഇനി എക്സ് എൻ പ്ലസ് 1 ആരെക്കാൾ ചെറുതാണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ പ്ലസ് 1. എക്സ് എൻ പ്ലസ് 1നേക്കാൾ വലുതാണ് വൈ എൻ പ്ലസ് 1. ഇവിടെ പറയുന്നുണ്ട് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ആണ്. കെക്ക് ശേഷം അങ്ങോട്ടൊക്കെ 100ന് ശേഷം ഫുള്ള് ഇത് ശരിയാണ്. നമ്മൾ എടുക്കുന്നത് സുപ്രീമത്തിന് ശേഷം എടുക്കുന്നത്, സുപ്രീമത്തിന് ശേഷം ഇത് എന്തായാലും ശരിയായിരിക്കും. പ്ലസ് വൈ എൻ പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് വൈ എം. ഇനി ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന്, ഇതിന്റെ മോഡുലസ് തന്നെ ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഓട്ടോമാറ്റിക്കലി ഇതെന്താ, എന്തിന് ഈക്വലാ, ഇത് ഇതിന്റെ മോഡുലസിന് ഈക്വൽ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു മോഡ് വൈ എൻ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് വൈ എം ആണ്. ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് ഇവിടുന്ന് തന്നിട്ടുണ്ട്, ലെസ് ദാൻ എപ്സിലോൺ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫ്രം ബൈ 1. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ കൊടുക്കുക ബൈ 1. Therefore, by Cauchy criteria for convergence of series, summation xn converges. ഇനി ബിന്റെ പ്രൂഫോ, statement B is the
contrapositive of A. The statement is the contrapositive of A. Statement B is the contrapositive of A എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ബിയുടെ പ്രൂഫ് ആയി. ഓക്കെ, ഇനിയാണ് നമ്മൾ പറയുന്നത് എന്ത്, ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ഇതെടുക്കാം. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഇതെടുക്കാം. ഇപ്പോൾ സമ്മേഷൻ 1/n² പ്ലസ് n എടുത്ത് വിചാരിക്കുക. ഇത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്ലിയർലി നമുക്കറിയാം n² പ്ലസ് n ഗ്രേറ്റർ ദാൻ n ആണ്. n² ആണ്, ഗ്രേറ്റർ ദാൻ n² ആണ്. n ആണ്, ഗ്രേറ്റർ ദാൻ n² ആണ്. സോ 1/n² പ്ലസ് n ഈസ് ലെസ് ദാൻ 1/n. ഇത് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ 1/n² പ്ലസ് n ലെസ് ദാൻ 1/n എന്ന് വരും. സോറി 1/n² എന്ന് വരും. 1/n² പ്ലസ് n ലെസ് ദാൻ 1/n² എന്ന് വരും. ഇപ്പോൾ ഇത് ഏതുപോലെയായി, ഇത് രണ്ടും പോസിറ്റീവാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n² പ്ലസ് n ലെസ് ദാൻ 1/n² ആയി. ദിസ് ഈസ് xn, ദിസ് ഈസ് yn. വി നോ ദാറ്റ് സമ്മേഷൻ yn ഈസ് കൺവേർജൻറ്റ്. സമ്മേഷൻ yn വലിയ സീരീസിൻ്റെ സമ്മേഷൻ കൺവേർജൻ്റ് ആണ്. വി നോ summation 1/n² is convergent. Therefore, by direct comparison test, summation summation 1/n² convergent ആയതുകൊണ്ട് അതിലും ചെറിയ summation 1/n² plus n is convergent. Okay. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആയി. അപ്പോൾ സമ്മേഷൻ 1/n² പ്ലസ് 1 കൺവേർജൻ്റ് ആണോ നോക്കാൻ വേണ്ടി നമുക്ക് ഇത് ചെയ്താൽ മതി. ഓക്കെ, ഇനി n² പ്ലസ് n പ്ലസ് 1 എന്ന് വന്നാലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് തന്നെ മതി. കാരണം n² പ്ലസ് n പ്ലസ് 1 ഗ്രേറ്റർ ദാൻ n² ആണ്. സോ ദിസ് ഈസ് ലെസ് ദാൻ 1/n². അപ്പോൾ അഗെയിൻ ഇത് കൺവേർജൻ്റ് ആയതുകൊണ്ട് ഇത് കൺവേർജൻ്റ് ആണ്. പക്ഷേ നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്ന് വിചാരിക്കാം, n² പ്ലസ് n മൈനസ് 1. അപ്പം നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ -100 n² പ്ലസ് n -100 ഇത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? n² പ്ലസ് n -100 n² പ്ലസ് n -100 എപ്പോഴും n² വലുതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ചില എണ്ണുകൾക്ക് ശരിയാവും, ചില എണ്ണുകൾക്ക് ശരിയാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, പക്ഷേ ഒരു സ്റ്റേജിന് ശേഷം ഇത് ശരിയാണെന്ന് കിട്ടും കേട്ടോ. ഫോർ ലാർജ് n ഇതൊരു സ്റ്റേജിന് ശേഷം, ഇവിടെ നിന്നാണ് നമുക്കൊരു കേക്ക് ശേഷം പക്ഷേ കെ സച്ച് ദാറ്റ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, n² പ്ലസ് n -100 ഗ്രേറ്റർ ദാൻ n² എന്ന് എഴുതാം. ആ രീതിയിൽ നമുക്ക് കിട്ടും. ഇനി -1 ആണെന്ന് വിചാരിക്കുക, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റാത്ത അവസ്ഥയിൽ ചിലപ്പോൾ ഗ്രേറ്റർ ദാൻ നേരിട്ട് എഴുതാൻ പറ്റൂല. അങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 1/n² പ്ലസ് n -1 ലെസ് ദാൻ എന്നൊന്നും എഴുതാൻ പറ്റൂ, 1/n² എന്ന് എഴുതാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് n² - n + 1. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കുക. സമ്മേഷൻ 1/n² - n + 1. സമ്മേഷൻ 1/n² - n + 1. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ n² - n + 1 എനിക്ക് ഗ്രേറ്റർ ദാൻ n² എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ -n വരുന്നുണ്ട്, അതുകൊണ്ട് ഗ്രേറ്റർ ദാൻ n² എന്നൊന്നും എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ 1/n² - n + 1 ലെസ് ദാൻ 1/n² എന്ന് എഴുതാൻ പറ്റൂല. അതുകൊണ്ട് എനിക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഇവിടെ പോസിബിൾ അല്ല. പക്ഷേ ഇവിടത്തേക്ക് നമുക്ക് വേറൊരു കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അതാണ് അടുത്തത്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. തിയറം 3.7.8, തിയറം 3.7.8 ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഓക്കെ, ഇത് പറയുന്നത് സപ്പോസ് x = xn and y = yn are strictly positive sequences. Let x = xn and y = yn are strictly positive sequences, and suppose that
sequences and suppose that ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ എക്സനും വൈനും സ്ട്രിക്ട്ലി പോസിറ്റീവ് ആണ്. അത് ശ്രദ്ധിക്കുക. സ്ട്രിക്ട്ലി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ് എൻ ഗ്രേറ്റർ ദാൻ 0 ഫോർ എവരി എൻ ആൻഡ് വൈ എൻ ഗ്രേറ്റർ ദാൻ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ഫോർ എവരി എൻ ആണ്. സ്ട്രിക്ട്ലി പോസിറ്റീവ് സീക്വൻസ് ആൻഡ് സപ്പോസ് ദാറ്റ് ദ ഫോളോയിങ് ലിമിറ്റ് എക്സിസ്റ്റ് ഇൻ ആർ. സപ്പോസ് ദാറ്റ് ദ ഫോളോയിങ് ലിമിറ്റ് exist in R, that is R equal to limit of xn by yn, limit of xn by yn is equal to R ഉം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ if then A പറയണത് if summation if R not equal to 0 then summation xn is convergent if and only if summation yn is convergent, or നമുക്ക് ഇങ്ങനെയും പറയാം summation xn and summation yn converge or diverge together. Convergent if and only if yn is convergent എന്ന് പറഞ്ഞാൽ xn convergent ആണെങ്കിൽ yn convergent ആണ്. xn convergent അല്ലെങ്കിൽ yn convergent അല്ല. xn convergent ആണെങ്കിൽ yn convergent ആണ്. xn divergent ആണെങ്കിൽ yn divergent ആണ്. അപ്പോൾ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, the summation xn and summation yn converge or diverge together എന്ന് പറയാം. എപ്പോൾ r not equal to, ഈ ലിമിറ്റ് നോൺ സീറോ നമ്പർ റിയൽ നമ്പർ വരികയാണെങ്കിൽ r not equal to 0 and r not equal to infinity, നോൺ സീറോ ഫൈനൈറ്റ് നമ്പർ r not equal to 0 and finite, r not equal to 0 and finite എന്ന് വേണം ഇവിടെ കൊടുക്കുക. r നോൺ സീറോ ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ ഓക്കെ, അത്ര മതി. ഇനി ബി പറയണത് ഇഫ് ആർ ഈക്വൽ ടു 0, ആറ് സീറോ ആവുകയാണെങ്കിൽ ആൻഡ് ഇഫ് സമ്മേഷൻ yn ഈസ് കൺവേർജൻറ്റ് ആൻഡ് ഇഫ് സമ്മേഷൻ yn ഈസ് കൺവേർജൻറ്റ് then summation xn is convergent. ഓക്കെ, അപ്പോൾ രണ്ട് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ എന്താ നമ്മളോട് ഒരു ചോദ്യം തന്നിട്ടുണ്ടാവും, സമ്മേഷൻ എക്സൻ എന്ന് പറഞ്ഞുള്ളൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. സമ്മേഷൻ എക്സൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സമ്മേഷൻ 1/n² - n+1, നേരത്തെ 1/n² - n+1 ആയിക്കോട്ടെ. അപ്പോൾ എക്സൻ ആരാ, എക്സൻ ആയിട്ട് നമ്മൾ 1/n² - n+1 എടുക്കുക. ഇനി എനിക്ക് അറിയാവുന്ന കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് എനിക്ക് അറിയാവുന്ന ഒരു സീരീസുമായിട്ട് ഇതിനെ ഡോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എടുത്തിട്ട് ലിമിറ്റ് കണ്ടെത്തുക. അപ്പം ഞാൻ yn ആയിട്ട് ഞാൻ എന്തെടുത്ത് തരാമോ നിങ്ങൾക്ക് മനസ്സിലാവും, എന്തെടുക്കണം yn എന്നൊക്കെ ഇതിന് ശേഷം 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 1/n² ഇവിടെ വരുന്നതുകൊണ്ട് മാക്സിമം പവർ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ 1/n² എടുത്ത് 1/n² എടുത്താൽ എനിക്ക് എന്തായാലും ലിമിറ്റ് ഒരു 1 കിട്ടുക. ലിമിറ്റ് 1 ആണ് ഇതിൻ്റെ കിട്ടുക. ഇതിൻ്റെ ഒക്കെ ലാപിത്താൾസ് റൂളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ലിമിറ്റൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഒക്കെ പഠിക്കുമ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. ഇതിന് xn/yn വരുമ്പോൾ n² മുകളിലെത്തും. അപ്പോൾ xn/yn എന്താ വരിക, ലിമിറ്റ് xn/yn വരിക, ലിമിറ്റ് ഇത് ബൈ 1/n² എന്ന് പറഞ്ഞാൽ ഇൻറ്റു n² ആ വരിക, n² - n+1. ഇതിനെനിക്ക് എന്ത് ചെയ്യുക, ലിമിറ്റ് n² പുറത്തെടുത്താൽ n² പുറത്തെടുത്താൽ n² × 1 - 1/n + 1/n² എന്ന് വരും. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ n² ക്യാൻസലായി പോവും. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇതും 0ലേക്ക് പോകും, ബാക്കി 1/1 ആ വരിക, ലിമിറ്റ് 1 ആ കിട്ടുക. 1 ഈസ് നോൺ സീറോ നമ്പർ. സോ ഈ ഫസ്റ്റ് കേസാണ് വന്നത്. ഇഫ് r നോട്ട് ഈക്വൽ ടു 0, r നോൺ സീറോ ആണ് വന്നത്, r ഒരു ഫൈനൈറ്റ് നോൺ സീറോ നമ്പറാണ് വന്നത്. r ഒരു ഫൈനൈറ്റ് നോൺ സീറോ നമ്പർ ആയ 1 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, സമ്മേഷൻ എക്സനും സമ്മേഷൻ വൈനും കൺവേർജ് ചെയ്യും. സമ്മേഷൻ എക്സൻ കൺവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ വൈനും കൺവേർജൻ്റ് ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് സമ്മേഷൻ വൈൻ ആണ് നമ്മൾ നോക്കേണ്ടത്. സമ്മേഷൻ എക്സനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സമ്മേഷൻ വൈനെ നോക്കിയാൽ മതി. സമ്മേഷൻ വൈൻ കൺവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ എക്സൻ കൺവേർജൻ്റ് ആണ്. സമ്മേഷൻ വൈൻ ഡൈവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ എക്സൻ ഡൈവേർജൻ്റ് ആണ്. നമ്മളെടുത്ത സമ്മേഷൻ വൈൻ എന്താ, വൈൻ 1/n² ആയതുകൊണ്ട് സമ്മേഷൻ വൈൻ എന്താ വരിക, കൺവേർജൻ്റ് ആ വരിക. സമ്മേഷൻ 1/n² കൺവേർജൻ്റ് ആണ്, അതുകൊണ്ട് ഒറിജിനൽ സീരീസും എന്താണ്, കൺവേർജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ r നോൺ സീറോ ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ xn and yn കൺവേർജ് ഓർ ഡൈവേർജ് ടുഗെദർ,
ഒന്നുകിൽ രണ്ടാളും കൂടി കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ രണ്ടാളും കൂടി ഡൈവേർജൻ്റ് ആവും. അപ്പോൾ നമ്മളെടുത്ത YN കൺവേർജൻ്റ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനായ XN എന്ന സീരീസും എന്തായിരിക്കും, കൺവേർജൻ്റ് ആയിരിക്കും. നമ്മൾ ഡോപ്പ് ചെയ്യാനെടുത്ത സമ്മേഷൻ YN ഡൈവേർജൻ്റ് ആണെങ്കിൽ നമ്മുടെ XN ഡൈവേർജൻ്റ്. ഇവിടെ കുറേ ആൾക്കാർ തെറ്റിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കുറേ ആൾക്കാർ തെറ്റിക്കുക, എത്ര പറഞ്ഞാലും ഇത് തെറ്റിക്കാതെ പോലെ എക്സാമിന് എന്നിട്ടും മാറ്റി എഴുതുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ആൾക്കാർ എന്താ ചെയ്യുക വെച്ചാൽ ലിമിറ്റ് കാണും, ലിമിറ്റ് കണ്ട് 1 എന്ന് കിട്ടി, അതുകൊണ്ട് ദിസ് ഈസ് ദ സീരീസ് ഈസ് കൺവേർജൻറ്റ് എന്ന് പറയും. ചിലപ്പോൾ അത് 1/n ഉണ്ടാവും, ചിലപ്പോൾ ഇത് എടുത്തുണ്ടാവുക YN ആയിട്ട് 1/n ആ എടുത്തുണ്ടാവുക. എന്നിട്ട് ലിമിറ്റൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു നമ്പർ കിട്ടി, 5 എന്ന് കിട്ടി. 1/n ആണ് YN ആയിട്ട് എടുത്തത്, 1/n. എന്നിട്ട് നിങ്ങൾ ലിമിറ്റ് കണ്ടപ്പോൾ 5 എന്ന് കിട്ടി. 5 ഈസ് എ നോൺ സീറോ നമ്പർ, ദെയർ ഫോർ കൺവേർജൻറ്റ്. അങ്ങനെയാണോ? ആൻസർ തെറ്റി. കാരണം എന്താ വെച്ചാൽ 5 കിട്ടിയതുകൊണ്ട് പിന്നെ കൺക്ലൂഷൻ നോക്കുക വേണ്ട. എന്താ നോക്കേണ്ടത് വെച്ചാൽ സമ്മേഷൻ XNഉം സമ്മേഷൻ YN കൂടി ഒന്നുകിൽ കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യും. നമ്മളെടുത്ത സീരീസ് ഡൈവേർജൻ്റ് ആണെങ്കിൽ ഒറിജിനൽ സീരീസും ഡൈവേർജ് ചെയ്യുക. നമ്മളെടുത്ത സമ്മേഷൻ 1/n ഡൈവേർജൻ്റാ, അതുകൊണ്ട് ഈ സീരീസും ഡൈവേർജൻ്റ് ആവുക. പക്ഷേ ചില ആൾക്കാർ എന്ത് ചെയ്യും, ലിമിറ്റ് കണ്ടിട്ട് 5 കിട്ടിയാൽ അപ്പോൾ നേരിട്ടുണ്ട് കൺവേർജൻ്റ് എന്ന് എഴുതി വെക്കും. അപ്പോൾ അത് തെറ്റാണ്, അത് ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ആരുമായിട്ടാണോ നമ്മൾ ഡോപ്പ് ചെയ്തത്, YN ആയിട്ട് എന്താണോ എടുത്തത് ആ YN കൺവേർജൻ്റ് ആണോ, എന്നാൽ നമ്മൾ എടുത്തതും നമ്മളെ ചോദ്യവും കൺവേർജൻ്റ്. YN ഡൈവേർജൻ്റ് ആണോ, നമ്മളെ ചോദ്യവും ഡൈവേർജൻ്റ്. പ്രൊവൈഡഡ് R എന്ത് കിട്ടണം, ഒരു നോൺ സീറോ നമ്പർ കിട്ടണം. R 0 ആയാൽ പിന്നെ എന്തേ ചാൻസ് ഉള്ളൂ, R 0 ആയാൽ നമ്മളെടുത്ത YN കൺവേർജൻറ്റും ആയാലേ നമുക്ക് കൺക്ലൂഷൻ കിട്ടുള്ളൂ. നമ്മളെടുത്ത YN കൺവേർജൻറ്റും ആണെങ്കിൽ നമുക്ക് പറയാം നമ്മളെ ഒറിജിനൽ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പറയാം. R 0 ആണ്, നമ്മളെടുത്ത YN ഡൈവേർജൻറ്റും ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റൂല. ദ തിയറം ഈസ് നോട്ട് കൺക്ലൂസിബിൾ. ഓക്കെ, തിയറം ഈസ് നോട്ട് വാലിഡ്. ഈ തിയറം ഉപയോഗിച്ച് ഈ തിയറം നമുക്ക് ഇതിന് പറ്റൂല, ആ ചോദ്യം ചെയ്യാൻ ഈ തിയറം പറ്റൂല എന്നേ പറയാൻ പറ്റുള്ളൂ. എന്ത് സമ്മേഷൻ 6 നമ്മൾ കണ്ടു, അപ്പോൾ നമ്മളെടുത്ത സമ്മേഷൻ YN എടുത്തത് ഡൈവേർജൻ്റ് ആണ്. 6 കിട്ടി, 0 എന്നും കിട്ടി, ലിമിറ്റ് 0യും കിട്ടി. ലിമിറ്റ് 0 കിട്ടിയാൽ പിന്നെ സമ്മേഷൻ YN കൺവേർജൻ്റ് ആയാൽ മാത്രമേ കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. സമ്മേഷൻ YN ഡൈവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ കാര്യം ശരിക്കും റിപ്പീറ്റ് ചെയ്ത് ഇത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ശരിക്കും ക്ലിയർ ആക്കുക. ഓക്കെ.